സോ ഹലോ ഗായ്സ്, സ്വാഗതം 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 എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക്. ഇന്ന് നമ്മൾ വീണ്ടും സ്റ്റാർഡ്യൂ വാലിയുമായിട്ട് വന്നേക്കുവാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പരിപാടി ചെയ്തായിരുന്നു. അതാണ് സ്കൾ ക്യാവണിൽ പോയി. പക്ഷേ സ്കൾ ക്യാവൺ നമ്മൾ പോയത് ഫെയിലായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇന്നെനിക്ക് സ്കൾ ക്യാവണിൽ പോകാൻ ഒരാഗ്രഹവും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മൾ ഇന്ന് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ് പ്ലാൻ. ഇതാ കഴിഞ്ഞ ദിവസത്തെ എഗ്സൊക്കെ മയോണൈസായി കിടക്കുക. ബാക്കി ഇരിക്കുന്നതും കൂടെ ഞാൻ എടുത്ത് ഇത് ഇടാൻ പോവുക. വലിയ ബാണാണ്, അതുകൊണ്ട് ബാൺ വലുതായി കണ്ട. മുമ്പ് ബാണിൽ വെറും 4 ആനിമൽസിന് ആഹാരം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് മൂളുന്നത്. സോ ഗൈസ്, ഞാൻ വീറ്റെല്ലാം അവിടെ നിന്ന് എടുത്ത് ഇനി ഇവന്മാർക്ക് ഹേബേൽ വെച്ചു കൊടുക്കണം. അത് വീറ്റിൻ്റെ കൂടെ തന്നെ വരുന്നത്. ഇനി അവന്മാർക്ക് ഞാൻ ഹേബേൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കി പണി ചെയ്യാം. ഞാനങ്ങനെ എല്ലാം അവന്മാർക്ക് ഹേബേലെല്ലായിടത്തും വെച്ച് അവന്മാർക്ക് തിന്നാനുള്ള ഇടപാടെല്ലാം ശരിയാക്കി കൊടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെയും കൂടെ ഒന്ന് വെക്കാനുണ്ടായിരുന്നു. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ബാണൊക്കെ നമ്മൾ വലുതാക്കി. അതുകൊണ്ട് നമുക്കിനി വേറെ ആനിമൽസും കൂടെ 4 എണ്ണവും കൂടെ കൊള്ളും. എന്നിട്ട് ഏതോ പുതിയ ആനിമലും കൂടെ ലെവൽ 2 ആക്കിയോണ്ട് വലുതായതുകൊണ്ട് അൺലോക്ക് ആവും. അത് പോയി നോക്കിയിട്ട് വരാം. പക്ഷേ ഈ വീറ്റൊന്ന് ഞാൻ നട്ടോട്ടെ ഒന്നും കൂടെ. ഞാൻ നമ്മളെ വീറ്റിൻ്റെ വിത്തൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കില്ല മാരണ്ണിയുടെ റാഞ്ചുണ്ട്. അവിടെയാണ് നമ്മൾ പുതിയ ആനിമലിനെ വാങ്ങിക്കുന്നത്. ഏത് ആനിമലാണെന്ന് നോക്കണം. ഗോട്ടാണെന്ന് എനിക്കൊന്ന്. നമ്മുടെ ആടില്ലേ, നമ്മുടെ ഗോട്ട് തന്നെ 4000 രൂപയ്ക്ക്. പേരിടണം അല്ലേ? നമ്മുടെ ഗോട്ട് സാധാരണ നമ്മുടെ എന്തായിടും? ഗോട്ടെന്ന് പറഞ്ഞാൽ മെസ്സിയെ. നമുക്ക് മെസ്സി എന്നിടാം. ഗോട്ടിൻ്റെ ആദ്യത്തെ ഗോട്ടിൻ്റെ പേര്. പക്ഷേ റൊണാൾഡോ ഫാൻസിന് വിഷമമാകത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഗോട്ടിനെ കൂടി ഇടാം. അവൻ്റെ പേര് നമുക്ക് റൊണാൾഡോ എന്നിടാം. അങ്ങനെ നമ്മുടെ ബാണിൽ നമുക്ക് മെസ്സിയുമായി റൊണാൾഡോയുമായി. ഇനി ബാക്കിയുള്ളവന്മാരെയും കൂടെ ഞാൻ വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആടിനെ വാങ്ങിക്കുന്ന ഇടപാട് അങ്ങനെ തീർന്നിരിക്കുവാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് തിരിച്ച് ഇപ്പോഴത്തേക്കൊന്ന് ടൗണിലേക്ക് പോയി നോക്കാം. അവിടുന്ന് വല്ല പണിയും കിട്ടുവാണെങ്കിൽ അതും കൂടി ഇന്നത്തെ ദിവസത്തേക്ക് ചെയ്തേക്കാം. ടൗണിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് ആ നോട്ടീസ് ബോർഡിലൊക്കെ ഒന്ന് ചെന്ന്, ഇവൻ്റെ ഷോപ്പില്ലല്ലേ ഇന്ന്, നോട്ടീസ് ബോർഡിലൊക്കെ ഇതുകൊണ്ട് വിൽക്കാമെന്നും കൂടെ വിചാരിച്ച് വന്നതാണ്. അപ്പോഴത്തേക്ക് അവൻ്റെ ഷോപ്പില്ല. അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ ഈ ജോജാ മാർട്ടിലും വിൽക്കാമെന്ന് തോന്നുന്നു. ഇവിടെ വിൽക്കാൻ പറ്റത്തില്ലേ? ശരിയാണല്ലോ ഗൈസ്, ഇവിടെ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വിഷയമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഷിപ്പിംഗ് ബിന്നിൽ കൊണ്ടിട്ടാൽ മതി. വീറ്റ് ഒക്കെ എഗ്ഗൊക്കെ ഇട്ട മയണൈസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ചെക്കൗട്ട് ചെയ്യാതെ പോയി. ദാറ്റ്സ് റെഡി ബ്രോ. നമ്മുടെ മയോണൈസ് എല്ലാം റെഡിയായി. പ്ലസ് ചീസ്. നമുക്കിത് നല്ല കാശുണ്ടാക്കി തരും.
പ്ലസ് നമ്മുടെ ഇതും ഉണ്ട്, വീറ്റും ഉണ്ട്. എല്ലാം കൂടെ ഒരു 10,000-15,000 രൂപ എന്തായാലും ആവും. അതിൽ കൂടുതലും ആവാം. കുറേ ഗോൾഡ് വീറ്റ് ഉണ്ടല്ലോ, ഗോൾഡ് സ്റ്റാർ വീറ്റിന് നല്ല നല്ല പ്രോഫിറ്റ് കിട്ടും നമുക്ക്. ഏറ്റവും ക്വാളിറ്റി ഉള്ളതാ ഗോൾഡ് സ്റ്റാർ. സിൽവറും കുറവുണ്ട്. ഞാൻ ഈ ഫെർട്ടിലൈസറൊക്കെ ഇട്ടാണ് വളർത്തുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ക്വാളിറ്റിയൊക്കെ വരുന്നത്. നമ്മൾ മിൽക്ക് ചീസൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയേക്കുക. ഇനി എന്താ, ഇനി നമുക്ക് മുട്ട എങ്ങാനും കളക്ട് ചെയ്യാനുണ്ടോ? മുട്ടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ പുതിയ ആട്ടിൻകുട്ടികളെ ഒന്ന് നോക്കാം. ഹായ്, കൊള്ളാമല്ലേ ഇവന്മാരെയൊക്കെ ഒന്ന് തടവിയിട്ട് വരാം നമുക്ക്. നല്ല വിലയാട്ടോ. എൻ്റെ പൈസ, ബാക്കിയുള്ള പൈസ ഉണ്ടോ, ഈ 4 എണ്ണത്തിനെ വാങ്ങിച്ച് ഞാൻ ഇത്രയും നാളുണ്ടാക്കിയ പൈസയൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും. അത് കുഴപ്പമില്ല. ഇന്ന് തന്നെ നമ്മൾ ഈ മയോണൈസൊക്കെ വിറ്റ് നമുക്ക് പൈസയൊക്കെ തിരിച്ചെടുക്കാം. വേറെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക്. ഇന്നിപ്പം ഈ ഷിപ്പിംഗ് ബിന്നിലേക്ക് ഇതിട്ട് പൈസയ്ക്കായി വിറ്റിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നോക്കാം എത്ര പൈസ കിട്ടുമെന്ന്. ഐ തിങ്ക് ഒരു 10,000 എന്തായാലും കിട്ടും. എത്ര സാധനം ഉണ്ടല്ലേ, നമുക്ക് പോയ പൈസയൊക്കെ തിരിച്ച് കിട്ടുമായിരിക്കും. ആട് 4 എണ്ണം വാങ്ങിച്ചു 4,000 വെച്ചുള്ള. അത് കുറേ പൈസ പോയി നമ്മുടെ. ഈ മുട്ടയും കൂടെ മയോണൈസൊക്കെ ഇട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോയി കിടക്കാം. കുറച്ചും കൂടെ മുട്ട ഇരിക്കുന്നു. മയോണൈസ് ആക്കിയതും വിറ്റില്ലല്ലേ, അതും കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് മിൽക്ക് ഇതിനകത്ത് വല്ലതും ഉണ്ടോ വിൽക്കാൻ? പീച്ചെടുത്ത് ഇതിട്ടേക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എൻ്റെ അറിവിൽ. അതുകൊണ്ട് നമുക്ക് എത്ര പൈസ കിട്ടുന്നതെന്നും കൂടെ നോക്കിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. യെസ്, നമ്മുടെ ഉറങ്ങിയിരിക്കുക ഗൈസ്. നമുക്ക് 10,077 ഞാൻ വിചാരിച്ച അത്രയൊക്കെ തന്നെ കിട്ടിയത്. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ ഏർണിങ് ഞാൻ പറഞ്ഞില്ലേ, വീറ്റിനാണ് ഒരു 5,000, പിന്നെ മയോണൈസിൽ നിന്നും നല്ല ഏകദേശം അത്രയൊക്കെ തന്നെ കിട്ടി. ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.